ഇമേജ് 2023-24 വർഷത്തെ ജനറൽ റിപ്പോർട്ടാണ് വേദിയിൽ അവതരിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെയൊക്കെ സമ്മതത്തോടു കൂടി ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ ആരംഭിക്കുകയാണ്. നമ്മൾ 2023-26 വർഷത്തേക്കുള്ള കമ്മിറ്റിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് 2023 സെപ്റ്റംബർ 6 കോഴിക്കോട് ലാൻഡ്മാർക്കിൽ വെച്ച് നടന്ന AGM 4.0 നമ്മൾ 2023-26 വർഷത്തേക്കുള്ള കമ്മിറ്റിയെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏകദേശം 120 ആളുകൾ പങ്കെടുത്ത പ്രോഗ്രാമിൽ അന്നത്തെ മുഖ്യാതിഥിയായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട സി ഉസ്താദ് അവർകളായിരുന്നു. നമ്മുടെ കമ്മിറ്റിയുടെ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടന്നു. അന്ന് പ്രഖ്യാപിച്ച കമ്മിറ്റികൾ: സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സ്, പ്രസിഡന്റ് സയ്യിദ് ഖാസിം സ്വാലിഹ് അദനി താനൂർ, വൈസ് പ്രസിഡന്റ് സയ്യിദ് ബാഫക്കുറുദ്ദീൻ അദനി കടലുണ്ടി, അബ്ദുൾ റഷീദ് സഖാഫി കരേക്കാട്, സുബൈർ സഖാഫി നെല്ലിക്കുത്ത്, മൻസൂർ അലി അദനി മേൽമുറി, നൌഷീർ അദനി ചാലിയം, ജനറൽ സെക്രട്ടറി ജാഫർ സാദിഖ് സഖാഫി പുളിയക്കോട്, ജോയിൻറ്റ് സെക്രട്ടറീസ് അഹമ്മദുൽ കബീർ അദനി വാരാമ്പറ്റ, മുഹമ്മദ് ഹാഫിസ് അദനി കൊയിലാണ്ടി, ഷബീർ അലി അദനി പരപ്പനങ്ങാടി, ഷിഹാബ് അദനി എരഞ്ഞിമാവ്, മുഹമ്മദ് നുസൈഫ് അദനി കൂരിയാട്, മുഹമ്മദ് മൻസൂർ അദനി പുളിയക്കോട്, ട്രഷറർ അബ്ദുൽ നിസാർ സഖാഫി വെന്നിയൂർ, അസിസ്റ്റന്റ് ട്രഷറർ അഫ്സൽ റഹ്മാൻ അദനി കുഴിയമ്പറമ്പ്, PRO മുഹമ്മദ് അസ്ലം അദനി കാളിക്കാവ്. നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായി അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് അബ്ദുൽ ഷുക്കൂർ സഖാഫി കുഴിപ്പുറം, അൻവർ സാദത്ത് അദനി നീരോൽപ്പാലം, നാസിറുദ്ദീൻ അനസ് അദനി അരക്കുപറമ്പ്, ജൗഹർ അദനി കാരിക്കുളം, ജൗഹർ അദനി മണ്ണാർക്കാട്, ഉബൈദ് അദനി കുറുവട്ടശ്ശേരി, മുഹമ്മദ് റിളുവാൻ അദനി ആക്കോട്, സിറാജുദ്ദീൻ അദനി മുണ്ടമ്പറമ്പ്, ജുനൈദ് അദനി കാരത്തൂർ, ഫാരിസ് റഹ്മാൻ അദനി പൂക്കളത്തൂർ, സുലൈമാൻ അദനി കക്കാടംപുറം, സഫ്വാൻ അദനി മേൽമുറി, സയ്യിദ് ജാസിർ അദനി ആക്കോട്, മുഹമ്മദ് ഷമീം അദനി പുളിയക്കോട്. നമ്മൾ ആ പ്രോഗ്രാമിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒരു പേര് വേണം. ആ പേര് കൂടി അന്ന് നമ്മളത് പ്രഖ്യാപിച്ചു. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് നൽകിയ പേര് ഇൻ്റഗ്രേഷൻ ഓഫ് മാദിൻ ആലുമിനി ഗ്രാജുവേറ്റ്സ് ഫ്രം എജു പാർക്ക് എന്നുള്ളതാണ്. അതിൻ്റെ ലോഗോ ആണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ലോഗോ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇമേജിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത് അതിൻ്റെ സബ് കമ്മിറ്റികളാണ്. സാധാരണയായി ഓരോ കൂട്ടായ്മക്കും വിദ്യാഭ്യാസം, ചാരിറ്റി, അതല്ലെങ്കിൽ മറ്റു സാമൂഹിക ഘടകം, ഇങ്ങനെയുള്ള ഓരോ സബ് കമ്മിറ്റികളായിരിക്കും ഉണ്ടാവുക. നമ്മൾ അതിൽ നിന്ന് മാറി നമ്മുടെ കൂട്ടത്തിൽ ഓരോ ഏരിയയിലുമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു സബ് കമ്മിറ്റി ഫോർമേഷനാണ് നമ്മൾ നൽകിയത്. അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇമേജ് ഖത്തീബ് ആൻഡ് മുദരിസ് അലയൻസ് ഇക്മ. അതിൻ്റെ പ്രഖ്യാപനം ഇന്ന് ഇവിടെ നടക്കാനുള്ളതാണ്. രണ്ടാമത്തെ ഇമേജ് ഹ്യൂമൻ കെയർ ഫൗണ്ടേഷൻ, നമ്മുടെ NGO ആണ്, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ രൂപം കൊടുത്ത സംഘടനയാണത്. രണ്ടാമത്തെ ഇമേജ് ഗ്ലോബൽ കമ്മ്യൂൺ, പ്രവാസികളായ ആളുകളുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അവരുടെ ശാക്തീകരണത്തിനും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇമേജ് ഗ്ലോബൽ കമ്മ്യൂൺ നമ്മൾ രൂപീകരിച്ചു. ഇമേജ് വുമൺ കളക്റ്റീവ്, നമ്മുടെ എജ് പാർക്കിൽ നിന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഭാര്യമാരുടെ കൂട്ടായ്മയാണ് ഇമേജ് വുമൺ കളക്റ്റീവ് IWC. നമ്മുടെ വിഷൻ മിഷൻ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു, സമയമില്ല. രണ്ടാമത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ. നമ്മുടെ സംഘടനയ്ക്ക് ഏറ്റവും പ്രധാനം ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഇടപെടലുകൾ വളരെ പ്രധാനമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സാണ് FB ഇമേജ് ഫൗണ്ടേഷൻ സെർച്ച് ചെയ്യാം, Instagram ഇമേജ് ഫൗണ്ടേഷൻ, YouTube ഇമേജ് അപ്ഡേറ്റ്സ്, ഇമെയിൽ ID. അതുപോലെ തന്നെ നമുക്ക് ലെറ്റർ പേഡ്, ഒഫീഷ്യൽ ലെറ്റർ പേഡ്, ഒഫീഷ്യൽ ബാങ്കുകൾ, വൗച്ചറുകൾ എല്ലാം നമ്മുടെ സംഘടനക്കുണ്ട്. അതിൻ്റെ നമ്മുടെ ആക്ടിവിറ്റീസ് 2023-24 വർഷത്തെ നമ്മുടെ ആക്ടിവിറ്റീസുകളാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ആദ്യം നടത്തിയ നമ്മുടെ പ്രോഗ്രാം ഡീറ്റെയിൽഡ് സർവേ കണ്ടക്റ്റഡ് അമംഗ് അവർ മെമ്പേഴ്സ് ടു കളക്ട് കറണ്ട് സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് സോഷ്യൽ. നമ്മുടെ വിദ്യാർത്ഥികളുടെ നിലവിലുള്ള വിദ്യാഭ്യാസ, തൊഴിൽ മേഖലയിലൂടെ നമ്മുടെ കുട്ടികളുടെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് പഠിക്കുകയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സർവേ നടത്തി. നിങ്ങളെല്ലാവരും, കുറേ ആളുകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒരു ഡീറ്റെയിൽ സർവേ ആയിരുന്നു. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ഡിഗ്രി കഴിഞ്ഞവരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റണം. എജ് പാർക്കിൽ ഇത്ര ആളുകൾ ഡിഗ്രി കഴിഞ്ഞവരാണ്, എത്ര ആൾക്കാർ ഇംഗ്ലീഷിൽ PG ഉള്ളവരുണ്ട്. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ വലിയ ഉസ്താദ് വരെ ഒരു പക്ഷേ ചോദിക്കാം, JRF ഉള്ള ആളുകൾ എത്രയുണ്ട്, ഇന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഒരു കയ്യിലൊരു ഡാറ്റാബേസ് വേണം. അപ്പോൾ ആ ഒരു ഡാറ്റാബേസ് കളക്ട് ചെയ്യുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഉദ്ദേശമായിരുന്നു ആ സർവേക്ക് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നടത്തിയ ഈ സർവേയുടെ ബേസിലായിരിക്കണം എന്താണ് ഇമേജ് അടുത്ത വർഷത്തേക്ക് ആസൂത്രണം ചെയ്യേണ്ട പദ്ധതികൾ. അപ്പോൾ നമ്മുടെ ഈ സർവേ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീക്ക് പോയിന്റുകൾ ഏതാണ്, നമ്മുടെ സ്ട്രോങ് പോയിന്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മുടെ വീക്ക് പോയിന്റുകളെ മനസ്സിലാക്കി അത് ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയായിരുന്നു നമ്മുടെ അതിൻ്റെ സർവേക്ക് പിന്നിലുണ്ടായിരുന്നത്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, 181 മെമ്പേഴ്സ് മാത്രമാണ് അതിൽ അവരുടെ ഡാറ്റ നമുക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. ഏകദേശം 400+ കുട്ടികൾ നമുക്കുണ്ട്. പക്ഷേ 181 ആളുകൾ മാത്രമാണ് നമ്മുടെ ആ സർവേയുമായി സഹകരിച്ചതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഉസ്താദുമാർ സംസാരിച്ചു. നമുക്ക് വലിയ ഉസ്താദിന് നമ്മുടെ എജ് പാർക്ക് കുട്ടികളുടെ ഒരു മെറിറ്റുകൾ എന്തൊക്കെയെന്ന് സൂചിപ്പിക്കുന്ന ഒരു ബുക്ക്ലെറ്റ് നമുക്ക് പ്രകാശനം ചെയ്യണമെന്ന് പറഞ്ഞു.
അപ്പോൾ നമ്മുടെ മുന്നിൽ അതിനുള്ള ഡാറ്റയുണ്ട്, പക്ഷേ അത് പരിമിതമാണ്. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികൾ നിലവിലെ സ്റ്റാറ്റസ് ഉയർന്ന മേഖലയിലുള്ള ആളുകൾ, ഉയർന്ന ജോലി കിട്ടിയ ആളുകൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ചോദിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സർവേ ആദ്യം തന്നെ നടത്തിയത്. അപ്പോൾ എല്ലാ കുട്ടികളും ആ സർവേയിൽ ഭാഗമാവണമെന്നുള്ള അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ബാച്ചിനും പ്രത്യേക ലീഡർമാരെ നമ്മൾ തിരഞ്ഞെടുത്തു. ബാച്ച് ലീഡേഴ്സിന് നമ്മൾ കൊടുത്ത ഒരു ഡെസിഗ്നേഷൻ ഡയറക്ടർ ആൻഡ് കോ ഡയറക്ടേഴ്സ്, ഇങ്ങനെയുള്ള ഓരോ ബാച്ചിനും നമ്മൾ ഡയറക്ടർമാരെയും കോ ഡയറക്ടർമാരെയും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ നമുക്ക് നിലവിൽ 1 മുതൽ 9 ബാച്ചിൽ നിന്നായിട്ട് 30 ലീഡേഴ്സ് നമുക്ക് ഇന്ന് ഉണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ AGM-ൻ്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യപ്പെട്ടതും ഇതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിലേക്കൊക്കെ ബാച്ച് ലീഡേഴ്സിൻ്റെ പ്രവർത്തനമാണ് മുന്നിട്ട് നിൽക്കുന്നത്. രണ്ടാമത് പിന്നെ നമ്മൾ നടത്തിയ മൂന്നാമത്തെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രവർത്തന ഫണ്ടായിരുന്നു. ഏതൊരു സംഘടനയ്ക്കും പ്രവർത്തിക്കണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പ്രവർത്തന ഫണ്ട് വേണം. അപ്പോൾ പ്രവർത്തന ഫണ്ട് നമ്മൾ കളക്ട് ചെയ്തു. റബി ലെവലാണ് നമ്മുടെ പ്രവർത്തന ഫണ്ട്. അത് എല്ലാ കുട്ടികളും നമ്മുടെ പ്രവർത്തകർ ഓർക്കുക, എല്ലാ റബി ലെവലും നമ്മുടെ വരിസംഖ്യ പ്രവർത്തന ഫണ്ടിൻ്റെ കാലയളവാണ് 313 രൂപയാണ്. ഒരു വർക്കത്താക്കപ്പെട്ട ഒരു നമ്പറാണ് നമ്മൾ അതിന് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം കഴിഞ്ഞ റബി ലെവലിൽ നമ്മൾ നടത്തിയപ്പോൾ ഏകദേശം 140 മെമ്പേഴ്സാണ് നമുക്കതിൽ എക്സിക്യൂട്ടീവ് ഫണ്ട് അഥവാ പ്രവർത്തന ഫണ്ട് നമുക്ക് നൽകിയത്. അപ്പോൾ അത് എത്രയാണെന്നുള്ളതൊക്കെ ഫിനാൻസ് റിപ്പോർട്ടിൽ വരും. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തണം. പക്ഷേ വിപുലപ്പെടുത്തുന്ന സമയത്ത്, പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചലഞ്ചസുകളുണ്ട്. പ്രവർത്തിക്കാനുള്ള ഒരു എലിജിബിലിറ്റി നമുക്ക് വേണം, അഥവാ പ്രവർത്തിക്കാനുള്ള ഒരു അംഗീകാരം, ഗവൺമെൻറ് റെക്കഗ്നൈസേഷൻ നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേക NGO നമ്മൾ രൂപീകരിച്ചു. അഥവാ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ NGO നമ്മൾ ഗവൺമെൻറ് രജിസ്ട്രേഷൻ നമുക്കുണ്ട്. ആ NGOയുടെ പേര് നമ്മൾ കൊടുത്തത് ഇമേജ് ഹ്യൂമൻ കെയർ ഫൗണ്ടേഷൻ എന്നുള്ളതാണ്. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത NGO ആണത്. NGOയിലെ നമുക്ക് NGO ദർപ്പൻ ID ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗിൻ്റെ രജിസ്ട്രേഷൻ നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇന്ന് ലീഗൽ സാങ്ഷൻ ഉണ്ട്. നമ്മൾ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അതിനൊരു ലീഗൽ ഐഡൻറ്റിറ്റി ഉണ്ട്. ആരും നമ്മളെ ചോദിക്കാനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ലീഗൽ ആക്ഷൻ നമുക്കുണ്ട്. അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മാസത്തിലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ സംഘടിപ്പിക്കുന്ന ദൗറയാണ്. അത് എല്ലാ മാസത്തിലും അത് നടന്നു വരുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദിൻ്റെ നേതൃത്വത്തിലാണ് അത് നടക്കുന്നത്. ഏകദേശം 5 ദൗറകൾ ഈ കാലയളവിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഒരു ദൗറക്ക് പ്രിയപ്പെട്ട ഷിയാബുൽ ഉസ്താദായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. രണ്ടാമത്തെ, നമ്മൾ എല്ലാ മാസത്തിലും അതാത് മാസങ്ങളിലുള്ള ഹോട്ട് ടോപ്പിക് എന്താണെന്ന് മനസ്സിലാക്കി ആ വിഷയത്തിൽ നമ്മുടെ കുട്ടികളെ അവെയർ ചെയ്യുന്നതിന് വേണ്ടി, എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് എക്സ്പേർട്ട് ടോക്ക് സീരീസ്. അതാത് മേഖലയിലുള്ള എക്സ്പേർട്ടുകളെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അതിൽ അവെയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഏകദേശം നമ്മൾ സമസ്ത 100 years എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. എയ്ത്തിസത്തിനെ കുറിച്ച്, യുക്തിവാദത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. സക്കാത്തിനെ കുറിച്ച് പറപ്പൂർ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ. അതുപോലെ 4 year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഹാപ്പി ഫാമിലി നമ്മുടെ ഷബീർ അലിയുടെ നേതൃത്വത്തിൽ. ഇങ്ങനെ വ്യത്യസ്തമായ ആളുകൾ, എക്സ്പേർട്ടുകൾ കൊണ്ടുവന്ന് നമ്മൾ പ്രോഗ്രാം നടത്തി. രണ്ടാമത്തേത്, നമ്മൾ ഒരു ആനുവൽ പ്ലാൻ ഉണ്ടാക്കി. നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത സർവേയുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി. ആ പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് ഇമേജിൻ്റെ അംഗങ്ങൾ അവരുടെ ഫാമിലിക്ക് വേണ്ടി നമ്മളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി. നമ്മുടെ സ്ഥാപനത്തിലെ ടീച്ചേഴ്സ്, അധ്യാപകർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ നിലവിൽ എജുപാർക്കിൽ സഞ്ചരിച്ചു ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുന്ന ദഅവ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിലവിൽ നമുക്ക് കിട്ടിയ ഡാറ്റാ ബേസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പ്രോജക്റ്റുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തു. എട്ടാമത് നമ്മൾ നടത്തിയ ഒരു ആക്ടിവിറ്റിയാണ് നമ്മുടെ സബ് കമ്മിറ്റിയിൽ പ്രധാനമായിട്ടുള്ള IWC ഇമേജ് വുമൺ കളക്റ്റീവ് നടത്തിയ പേരൻറ്റിങ് സെഷൻ. പിന്നെ നാദിറ ജാഫറിൻ്റെ നേതൃത്വത്തിലുള്ള ഗുഡ് പാരൻറ്റിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മളൊരു ഷീറ്റ് ടോക്ക് നമ്മൾ നടത്തി. അതിൽ 90 മെമ്പേഴ്സ് അതിൽ അറ്റൻഡ് ചെയ്തു. മറ്റൊന്ന് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു ഫാം ഫിയസ്റ്റ, നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദർ. അതായത് 2024 ഫെബ്രുവരി 10 എജുപാർക്കിൽ വെച്ചിട്ടായിരുന്നു. 400-ലധികം ആളുകൾ അതിൽ പങ്കെടുത്തു. സ്ത്രീകൾക്ക് വേണ്ടി സെപ്പറേറ്റ് സെഷൻ നമ്മൾ നടത്തി. 15 കുട്ടികളെ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് 15 ആളുകളെ നമ്മൾ അതിൽ ആദരിച്ചു. വിവിധ മേഖലകളിൽ നെറ്റ് കിട്ടിയവരും ഗവൺമെൻറ് ജോലി കിട്ടിയവരും, അങ്ങനെ വിവിധ മേഖലകളിൽ ഉള്ള ആളുകളെ നമ്മൾ അതിൽ ആദരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇമേജോത്സവ്, നമ്മുടെ പഴയ സർഗോത്സവിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ ഇമേജോത്സവ് അതിൻ്റെ കൂടെ നമ്മൾ സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ IWCയുടെ നേതൃത്വത്തിൽ ഹെൽത്ത് അവയർനെസ്, സ്ത്രീകളുടെ ആരോഗ്യം വിഷയത്തിൽ നമ്മളൊരു പ്രോഗ്രാം നടത്തി. ഡോക്ടർ അനീസ കണ്ണിയത്തായിരുന്നു അതിൽ നടത്തിയത്. 45 ആളുകൾ അതിൽ പങ്കെടുത്തു. 2004 ഫെബ്രുവരി 26 അത്. അതുപോലെ തന്നെ IWC അവരുടെ റംസാൻ ക്യാമ്പയിൻ അവർ പ്രഖ്യാപിച്ചു. റമദാൻ 1 മുതൽ 30 വരെയുള്ള വ്യത്യസ്തമായ മജ്ലിസുകൾ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു. ഖത്മുൽ ഖുർആൻ, ഹദീസ് ക്ലാസ്, തജ്വീദ് ക്ലാസ്, ഈ പോസ്റ്റർ സർക്കുലേഷൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത സുന്നത്തുകൾ ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സുന്നത്തുകൾ തയ്യാറാക്കി അത് ഈ പോസ്റ്ററായിട്ട് സർക്കുലേറ്റ് ചെയ്യുക. അത് ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദ് ആയിരുന്നു അത് അവരുടെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തിരുന്നത്. ഏകദേശം 80 ആളുകൾ അതിൽ പങ്കെടുത്തു.
മറ്റൊന്ന് ഖത്മുൽ ഖുർആൻ മജ്ലിസ്. റമദാനിൽ തന്നെ ഖത്മുൽ ഖുർആൻ മജ്ലിസ് നടത്തി. ഏകദേശം 30 ഖത്മുകൾ IWCയുടെ സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് ചൊല്ലി ഖുർആൻ പൂർത്തീകരിച്ചു. അതിന് ബഹുമാനപ്പെട്ട റിയാസ് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അതിന് ഖത്മുൽ ഖുർആൻ മജ്ലിസ്, ദുആ മജ്ലിസ് ഉണ്ടായിരുന്നു. ഉസ്താദായിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്നത്. മറ്റൊന്ന് ഫിഖ് ഹദീസ് ക്ലാസ്. IWC തന്നെ റമദാനുമായി ബന്ധപ്പെട്ട് ഫിഖ്ഹിലും ഹദീസിലുമുള്ള വ്യത്യസ്തമായ പഠന ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു. അതിന് നേതൃത്വം നൽകിയിരുന്ന അഹമ്മദ് അദനി കൊച്ചി, അബ്ദുസലാം അദനി പുത്തനത്താണി, മുഹമ്മദ് സിനാൻ അദനി മുടിക്കോട് ഇവരുടെ നേതൃത്വത്തിൽ ഫിഖ് ഹദീസ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ടു. ക്ലാസ്സുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷൻ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ എത്രത്തോളം ആളത് ഉൾക്കൊണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി ക്വിസ് കോമ്പറ്റീഷൻ നടത്തി. അതിൽ വിജയിക്കുന്ന ആളുകൾക്ക് പ്രത്യേക അംഗീകാരങ്ങൾ നൽകി. മറ്റൊന്ന് ബദർ അനുസ്മരണം. റമദാനിൽ ബദർ അനുസ്മരണം IWC തന്നെ നടത്തിയ മറ്റൊരു പ്രോഗ്രാമാണ് ബദർ അനുസ്മരണം. ആബിദ് ജൗഹരി ആക്കപ്പറമ്പ്, ഫായിസ് കൂട്ടുപാടം ഇവരുടെ നേതൃത്വത്തിലുള്ള ബദർ അനുസ്മരണം നടത്തി. ഡിസംബർ 2024 3-ാം മാസം. മറ്റൊന്ന് നമ്മൾ നടത്തിയൊരു പ്രോഗ്രാമായിരുന്നു ആർട്ടിഫിഷ്യൽ IT വർക്ക്ഷോപ്പ്. നമ്മുടെ വിവിധ മേഖലകൾ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാം ഇന്ന് AI അതുപോലെ തന്നെ IT മേഖലയിലുള്ള സ്കില്ല് വളരെ അത്യാവശ്യമാണ്. അത് ടീച്ചിങ് ഫീൽഡിലായാലും ഏത് ഫീൽഡിങ്ങിലായാലും. അപ്പോൾ IT-യിലുള്ള പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കാം, നമ്മുടെ ജോലിയിൽ അങ്ങനെ ഇത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു 1 ഡേ വർക്ക്ഷോപ്പ് നമ്മൾ സംഘടിപ്പിച്ചു. അത് പോളി ക്യാമ്പസ്, മായതിൻ്റെ പോളി ക്യാമ്പസിലായിരുന്നു. 15ഓളം AI ടൂളുകൾ അന്ന് പരിചയപ്പെടുത്തി. സൈഫുദ്ദീൻ കൊടുങ്ങല്ലൂരായിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്നത്. 23 മെമ്പേഴ്സ് അതിൽ പാർട്ടിസിപ്പേറ്റ് ആയിട്ടുണ്ട്. മറ്റൊരു നമ്മൾ നടത്തിയ 13ാമത് നമ്മുടെ ആക്ടിവിറ്റി ആയിരുന്നു സപ്പോർട്ട് മായദീൻ. എല്ലാ റമദാനിലും നമ്മൾ നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ധനസമാഹരണം നടത്താറുണ്ട്. അപ്പോൾ കഴിഞ്ഞ റമദാനിലും നമ്മൾ അങ്ങനെ ഒരു ധനസമാഹരണം നടത്തി. എൻ്റെ സ്ഥാപനം എൻ്റെ അഭിമാനം എന്ന പേരിൽ ആ ഒരു മോട്ടോയിലായിരുന്നു നമ്മൾ നടത്തിയത്. ഏകദേശം 1,10,000 രൂപ നമുക്ക് റമദാനിൽ പിരിച്ച് നമ്മുടെ വലിയ ഉസ്താദിനെ ഏൽപ്പിക്കാൻ നമുക്ക് പറ്റി. ട്രഷറർ അബൂഖുർസ്ഥാനെ ഏൽപ്പിക്കുന്ന ചിത്രമാണ് അതിലുള്ളത്. 14ാമത് നമ്മുടെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു നമ്മുടെ ചാരിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ NGOക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് ഫണ്ട് തന്നെ കണ്ടെത്തി നമ്മൾ നടത്തുക എന്നുള്ള ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി നമ്മളൊരു നിധി സമാഹരണം നടത്തിയിരുന്നു. അതിൽ ഏകദേശം 15,000 രൂപ നമുക്ക് കിട്ടി. പക്ഷെ അത് പബ്ലിക് ഫണ്ട് അല്ല നമ്മളത് ഉദ്ദേശിച്ചത്. നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ മാത്രം പൈസ കണ്ടെത്തുന്ന ഒരു രീതിയായിരുന്നു നമ്മളതിന് കണ്ടെത്തിയ രൂപം. ഏകദേശം 15,000 രൂപ അതുവഴി നമുക്ക് നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റേത് IWC നടത്തിയ മറ്റൊരു പ്രോഗ്രാമായിരുന്നു കരിയർ മീറ്റ്. നമ്മുടെ ഭാര്യമാർ +2 കഴിഞ്ഞവർ മാത്രമായിരിക്കും ബഹുഭൂരിഭാഗം. അപ്പോൾ ഉയർന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് അറിയണം, അതിലുള്ള യൂണിവേഴ്സിറ്റികൾ, കോഴ്സുകൾ, അതിൻ്റെ ഫീസ് സ്ട്രക്ചർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് IWCക്ക് വേണ്ടിയിട്ട് നടത്തിയൊരു പ്രോഗ്രാമായിരുന്നു കരിയർ മീറ്റ്. ജാഫർ സാദിഖ് സക്കാഫി ആയിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്നത്. മറ്റൊന്ന് എക്സിക്യൂട്ടീവ് ഫണ്ട്. രണ്ടാമത് ഈ റബീ ലെവലിൽ നമ്മൾ നടത്തിയ എക്സിക്യൂട്ടീവ് ഫണ്ട് കളക്ഷൻ. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ റബീ ലെവലുമാണ് നമ്മൾ നടത്താറുള്ളത്. ഈ കഴിഞ്ഞ റബീ ലെവൽ നമുക്ക് 157 ആളുകളാണ് നമ്മുടെ പ്രവർത്തന ഫണ്ടുമായി സഹകരിച്ച ആളുകൾ. 17ാമത് നമ്മുടെ ആക്ടിവിറ്റി സ്കോളർഷിപ്പാണ്. നമ്മുടെ മറ്റൊരു സബ് കമ്മിറ്റിയാണ് ഇമേജ് ഗ്ലോബൽ കമ്മ്യൂൺ. അവർ സ്പോൺസർ ചെയ്യുന്ന സ്കോളർഷിപ്പ്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഉയർന്ന പഠനത്തിന് പോകുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്, യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ആളുകൾ മെറിറ്റോറിയസ് ആയിട്ടുള്ള അതോടൊപ്പം തന്നെ നീഡായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഏകദേശം 12,000 രൂപയുടെ സ്കോളർഷിപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ വെച്ച് നടക്കും. അതിനുവേണ്ടി 10 കുട്ടികളെ അതിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു. അതിൽ 10 കുട്ടികളെ, ഏകദേശം 50 ചില്ലാനം അപ്ലിക്കൻസ് നമുക്ക് വന്നിരുന്നു. അതിൽ നിന്ന് 10 കുട്ടികളെ നമ്മൾ കണ്ടെത്തി അവർക്കുള്ള സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കും. രണ്ടാമത്തേത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള IWC നടത്തിയ ഒരു പ്രോഗ്രാമായിരുന്നു മെൻ്റൽ ഹെൽത്ത്, ദി സീക്രട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത്. ഡോക്ടർ ലിസി ഷാജഹാനായിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്നത്. 53 ആളുകൾ അതിൽ പങ്കെടുത്തു. മറ്റൊന്ന് നമ്മൾ അഗത്തി ഉസ്താദിൻ്റെ കൊമമറേഷൻ നടത്തിയിരുന്നു, അനുസ്മരണം നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദായിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്നത്. ഏകദേശം 59 ആളുകൾ അതിൽ പങ്കെടുത്തു. IWC നടത്തിയ 4ാമത് ഷീടോക്ക് സീരീസ് ആയിരുന്നു ലേൺ ഡിസേബിലിറ്റി റെമഡിയൽ ട്രെയിനിങ്. പഠന വൈകല്യവുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ പഠന വൈകല്യവുമായി ബന്ധപ്പെട്ട ഒരു സെഷൻ നമ്മുടെ സഹോദരിമാർക്ക് നൽകി. ത്വയ്ബ ഹാദി ആയിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്നത്. 45 ആളുകൾ അതിൽ പങ്കെടുത്തു. നമ്മുടെ കുട്ടികളുടെ പഠന വൈകല്യം, അതിനുള്ള സൊല്യൂഷൻസ് എന്താണ്, ഇത്തരം കാര്യത്തിലുള്ള നല്ലൊരു എക്സ്പേർട്ട് ടോക്കായിരുന്നു അത്. പിന്നെ നമ്മൾ ബുർദ IWC നടത്തുന്ന എല്ലാ ആഴ്ചയിലും ബുർദ മജ്ലിസ് സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ബുർദ മജ്ലിസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ IWCയുടെ മറ്റ് ഷീടോക്ക് സീരീസ് 5 ആയിരുന്നു വുമൺ ഇൻ ഇസ്ലാം ഡിഗ്നിറ്റി ഡിസ്പൈറ്റ് സെഞ്ചുറീസ് എന്ന് പറയുന്ന ടോക്കിൽ നമ്മൾ IWC ഒരു ഷീടോക്ക് സംഘടിപ്പിച്ചു. 40 ആളുകൾ അതിൽ പങ്കെടുത്തു.
വലിയ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഉസ്താദുമാരായ ബൂക്കർ ഉസ്താദ്, ഷിഹാബ് അലി ഉസ്താദൊക്കെ ഹജ്ജിന് പോകുന്ന ആ സമയത്ത് ഉസ്താദുമാർക്ക് നമ്മളൊരു സെൻഡ് ഓഫ് നമ്മൾ നൽകിയിരുന്നു. നിലവിലുള്ള MHSുമായി കൊളാബറേറ്റ് ചെയ്തായിരുന്നു നമ്മൾ ആ പ്രോഗ്രാം നടത്തിയിരുന്നത്. ഇതാണ് നമ്മുടെ പദ്ധതികൾ. ഇനി നമ്മൾ ഈ വർഷം നെക്സ്റ്റ് 2024-25 വർഷത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാനുകൾ നമ്മുടെ ഓഫ് ക്യാമ്പസ് ഫെസ്റ്റാണ്. നമ്മുടെ എജ് പാർക്കിൽ നിന്ന് ഒരുപാട് പഠിച്ചിറങ്ങിയ കുട്ടികൾ വ്യത്യസ്തമായ മേഖലയിൽ ദർസ് നടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ കുട്ടികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടല്ലോ ഓഫ് ക്യാമ്പസ് ഫെസ്റ്റ് നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റൊന്ന് ഒരു ഓൺലൈൻ മദ്രസ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദ്ദേശം ഒന്ന് ദഅവയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലക്ക് കൂടിയാണ് നമ്മൾ അതിനെ കാണുന്നത്. വലിയ ചിലവുള്ള കാര്യമാണ്. നമ്മൾ അതിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഓൺലൈൻ മദ്രസയെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. മറ്റേത് നമ്മുടെ ഉസ്താദുമാർക്ക് ഒരു ഒരു ചെറിയൊരു സാമ്പത്തിക സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ അത് വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു പെരുന്നാൾ പൈസ നമ്മൾ ഉസ്താദുമാർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സലൻസ് നമ്മുടെ വിദ്യാർത്ഥികൾ വർക്ക് ചെയ്യുന്ന മദ്രസകളുണ്ട്, പള്ളികളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, കോളേജുകളുണ്ട്, വ്യത്യസ്തമായ ഇതുണ്ട്. അതെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സലൻസ് പ്രോജക്റ്റ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. മറ്റേത് ടീച്ചേഴ്സ് ട്രെയിനിങ്, നേരത്തെ ഷിഹാബ് അലി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാവരും പഠിപ്പിക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് നമുക്ക് വേണം. എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, പഠനത്തിൻ്റെ മെത്തഡോളജി എന്താണ്, പെഡഗോജി എന്താണ്, അതിൻ്റെ ചൈൽഡ് സൈക്കോളജി എന്താണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവഗാഹമുണ്ടായി നമ്മൾ ടീച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് കൂടുതലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 70 മണിക്കൂറുള്ള ഒരു ടീച്ചിങ് കോഴ്സ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വർഷത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാനുകൾ. നിലവിൽ മീറ്റിംഗ് സ്റ്റാറ്റസ്: സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് 12 ചേർന്നു, എക്സിക്യൂട്ടീവ് മീറ്റിംഗ് 10 ചേർന്നു, ബാച്ച് ലീഡേഴ്സ് മീറ്റ് 4 ചേർന്നു, IWC 6 മീറ്റിംഗ് ചേർന്നു, IGC 5 മീറ്റിംഗ് ചേർന്നു, ICMA 4 മീറ്റ് ചേർന്നു, HCF ഹ്യൂമൻ കെയർ ഫൗണ്ടേഷൻ്റെ 3 മീറ്റിങ്ങുകൾ നടന്നു. ഇതാണ് നമ്മുടെ ഈ 2023-24 വർഷത്തെ ഇമേജിൻ്റെ വാർഷിക റിപ്പോർട്ട്. സവിനയം സദസ്സിന് സമർപ്പിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. ശേഷം ഫിനാൻസ് റിപ്പോർട്ടിലേക്ക് കടക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും, ജനറൽ ബോഡിയാണ്, റിപ്പോർട്ടാണ്, നമ്മളെല്ലാം അതിൻ്റെ ബെനിഫിഷ്യറീസാണ്, അതിൻ്റെ ആളുകളാണ്. ചോദിക്കാനും പറയാനുള്ള അവസരമാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇല്ലെങ്കിൽ ഓക്കെ സർവസമ്മതം പാസ്സാക്കുന്നു. അടുത്തത് നമ്മുടെ ഫിനാൻസ് റിപ്പോർട്ടാണ്. ഓവർ ടു ട്രഷറർ.